ചേച്ചി നമസ്കാരം. നമസ്കാരം. ചേച്ചി പേരെന്തായിരുന്നു? സുജാത. ചേച്ചി ഇപ്പോൾ ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷൻ തൃശ്ശൂരിൽ എത്തിയിരിക്കുകയാണ്. അദ്ദേഹം ചാർജ് എടുത്തതിന് ശേഷം എങ്ങനെ കാണുന്നു ഇത്തവണത്തെ ഈ ഒരു തെരഞ്ഞെടുപ്പ് ചൂട്? എത്രത്തോളം ബി.ജെ.പിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും? ബി.ജെ.പി മുന്നോട്ട് വരണം എന്നാണ് ജനങ്ങളുടെയൊക്കെ ഒരു ആഗ്രഹം മനസ്സിൽ. ആന്തരികമായിട്ട് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് അതൊരു മാറ്റം വരണം എന്നുള്ളത്. കാരണം നമ്മുടെ നാട് അത്രയും മോശമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് യുവതലമുറ കഞ്ചാവും മയക്കുമരുന്നും ഒക്കെ ആയിട്ട് വളരെയധികം വീട്ടുകാർക്കൊക്കെ വളരെയധികം വിഷമത്തോടു കൂടിയാണ് ഇന്നത്തെ തലമുറ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അഥവാ വിദ്യാഭ്യാസമുള്ള കുട്ടികളാണെങ്കിൽ ഇവിടുന്ന് പുറത്തേക്കും പോകണു. അതിനൊക്കെ ഒരു മാറ്റം വരണം എന്ന് ആഗ്രഹിക്കുന്നു. അത് മോദിജിയുടെ മേക്ക് ഇന്ത്യ വഴിക്കൊക്കെ ഇങ്ങോട്ട് തന്നെ പോയ കുട്ടികളൊക്കെ ഇങ്ങോട്ട് തിരിച്ചു വരും. അച്ഛനമ്മയുടെ അടുത്തൊക്കെ മക്കളുണ്ടാവും. അതാണല്ലോ വേണ്ടത്. അല്ലെങ്കിൽ ഭാവിയിൽ ഇവിടെ വൃദ്ധസദനം പോലെ കുറെ വീടുകൾ ഉണ്ടായിട്ട് എന്താ കാര്യം? മാത്രമല്ല ഒരു മാറ്റം വരണം എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ദേശീയ പാർട്ടിയല്ലേ, പിന്നെ രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയാണ്. അവർക്കൊരു അവസരം കൊടുക്കുന്നതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ ഈ ബി.ജെ.പിക്ക് സ്ത്രീജനങ്ങളുടെ വലിയ രീതിയിലുള്ള പിന്തുണ ദേശീയ തലത്തിൽ മൊത്തത്തിലുണ്ട്. അത് കേരളത്തിൽ അത് ഇത്തവണ ആ ഒരു രീതിയിലേക്ക് മാറാനുള്ള സാധ്യത ഉണ്ടോ? സ്ത്രീ മനസ്സുകളല്ലെങ്കിലും കുറെയൊക്കെ ബി ജെ പിക്കൊപ്പം തന്നെയാണ്. അതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് സുരേഷ് ഗോപി ഇവിടെ ജയിച്ചത്. അവിടെ സ്ത്രീ പ്രാതിനിധ്യം തന്നെയായിരുന്നു. അദ്ദേഹത്തെ വിജയിപ്പിച്ചതിന്റെ വലിയൊരു പങ്ക് സ്ത്രീകളുടെ വോട്ട് തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പോൾ ഈ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ കഴിഞ്ഞൊരു 10 വർഷത്തെ എടുത്ത് നോക്കുന്ന സമയത്ത് എത്ര ശതമാനം, 100-ൽ എത്ര മാർക്ക് കൊടുക്കാൻ പറ്റും? ഇവിടെ കമ്പയറിംഗ് അല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ കേന്ദ്ര സർക്കാരായാലും സംസ്ഥാന സർക്കാരായാലും എൻ്റെ ഒരു അഭിപ്രായം, രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ ഒപ്പം നിന്ന് വികസനത്തിൽ സംസ്ഥാന സർക്കാർ പങ്കാളികളാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിന് സഹകരിക്കുക. അപ്പോൾ അത് ജനങ്ങൾക്ക് വേണ്ടിയാണെന്ന് ചിന്തിച്ചാൽ മതി. ജനങ്ങൾക്കൊപ്പം നിന്നാൽ ഏത് പാർട്ടി ആയാലും ജനങ്ങൾ അവരെ കൂടെ ഉണ്ടാവും. ചേച്ചി, ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ബി.ജെ.പി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഒരു വലിയ സ്വാധീനം ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് പല രാഷ്ട്രീയ നിരീക്ഷകന്മാരും പറയുന്നുണ്ട്. അത് തൃശ്ശൂരിലെ ഈ സുരേഷ് ഗോപി മത്സരിച്ച സമയത്ത് പല മണ്ഡലങ്ങളിലും 1-ാം സ്ഥാനത്തെത്തിയിരുന്നു. 6 മണ്ഡലങ്ങളിലാണ് 1-ാം സ്ഥാനത്ത് വന്നത്. ആ ഒരു സാഹചര്യം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അതിനാണല്ലോ ഇന്നിപ്പോൾ ജനങ്ങൾ ഇത്തിരിപ്പോൾ കണ്ടില്ല, ഇവിടെ കണ്ട ജനപങ്കാളിത്തം കണ്ടല്ലോ. ഇപ്പോൾ ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ വരുന്ന സമയത്ത് ഞാൻ ഇത് പ്രതീക്ഷിച്ചിട്ട് പോലുമില്ല. ഇന്ന് തൃശ്ശൂരിൻ്റെ ബിസിനസ് സാമ്രാജ്യം മൊത്തം ഇവിടെ ഉണ്ട് അല്ലേ, എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ മനസ്സിൽ എന്താ ഉള്ളത്? ഇവിടെ മാറ്റം വരണം തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അത് തന്നെയാണ് ജനങ്ങളുടെയും മനസ്സ് മൊത്തത്തിൽ. ഇപ്പോൾ ഈ ബി.ജെ.പിയുടെ ഒരു ഗ്രൗണ്ട് തലത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് ചേച്ചി വിലയിരുത്തുന്നത്? എങ്ങനെയാണ്? ആദ്യത്തെക്കാളൊക്കെ വളരെയധികം ഭേദപ്പെട്ടിട്ടുണ്ട്. ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങളൊക്കെ അറിയാനും കേന്ദ്ര പദ്ധതികൾ ഇവിടെ ജനങ്ങളെ അറിയിക്കാനും ഇപ്പോൾ കിസാൻ സമ്മാൻ നിധി പോലുള്ള സഹായ ധനങ്ങളൊക്കെ അവർക്ക് എത്തിച്ചു കൊടുക്കാനൊക്കെ ഇപ്പോൾ ഹെൽപ്പ് ഡെസ്ക് പോലെയുള്ള പരിപാടി നമോഭവനിലൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ. അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കാലത്തിനകം അതൊക്കെ ആക്റ്റീവ് ആവും തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. ഇപ്പോൾ ഈ ബി.ജെ.പിയെ സംബന്ധിച്ച് കേരളത്തിൽ ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു മുന്നേറ്റം ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നടന്നിരുന്നു. പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ അധികാരത്തിലെത്താൻ സാധിച്ചു. അപ്പോൾ ഇത് ജനങ്ങളെ സംബന്ധിച്ച് ബി.ജെ.പിക്ക് അടുത്തൊരു സാധ്യത കൊടുക്കാനുള്ള ഒരു മനസ്സിലേക്ക് അവർ മാറിക്കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം തന്നെ ഉത്തമ ഉദാഹരണമല്ലേ അതിന്. ജയിക്കില്ല എന്ന് പറയുന്ന സ്ഥലങ്ങളിലൊക്കെ മികച്ച മുന്നേറ്റം കാഴ്ചവെച്ച് ബി.ജെ.പി വരുന്നുണ്ടെങ്കിൽ ഇന്നും അവിടെ ജനങ്ങൾ ഇപ്പോൾ ബി.ജെ.പിക്ക് ഒപ്പമാണ്. ആ തിരുവനന്തപുരം ഇനി നോക്കേണ്ട കാര്യമില്ല. അപ്പം അത് എല്ലാ ജില്ലകളിലേക്കും വരട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, എല്ലാ ജനങ്ങളും ആഗ്രഹിക്കുന്നത്. തൃശ്ശൂരിൽ ബി.ജെ.പിക്ക് ഒരു മികച്ച രീതിയിലുള്ള സ്ഥാനാർത്ഥികൾ വരാനുള്ള സാധ്യതയുണ്ടോ? തൃശ്ശൂരിലെ മണ്ഡലങ്ങളിൽ ശ്രമിച്ചാൽ നല്ല സ്ഥാനാർത്ഥികൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. പക്ഷെ ബി.ജെ.പിയുടെ എല്ലാവരും ബി.ജെ.പി എന്ന് കേൾക്കുമ്പോൾ എതിർക്കുന്നൊരു മനോഭാവത്തോടു കൂടി നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് തോന്നുന്നത് ഇവിടെ നല്ല പ്രവർത്തകരില്ലെന്നുള്ളത്. ഇപ്പം സുരേഷ് ഗോപി കൊല്ലത്തുനിന്ന് വന്ന് സുരേഷ് ഗോപി സാർ ഇവിടെ വന്ന് മത്സരിച്ചു. അദ്ദേഹം 5 ലക്ഷത്തിനടുത്ത് വോട്ടേഴ്സ് അവർക്ക് വോട്ട് ചെയ്തു. 75,000 വോട്ടിന് ഭൂരിപക്ഷത്തിൽ അവർ ജയിക്കുകയും ചെയ്തു. എന്തായിരുന്നു, ജയിക്കില്ല എന്നായിരുന്നില്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? പക്ഷേ നല്ല മുന്നേറ്റമല്ലേ കാഴ്ചവെച്ചത്. അതിനി ആവർത്തിച്ചുകൂടാന്നില്ല. അപ്പം അത് ജനമനസ്സിൽ ബി.ജെ.പി ആണ്, അതെനിക്കറിയാം. കാരണം നമ്മൾ എവിടെ ചെന്നാലും ബി.ജെ.പി വരണം, ബി.ജെ.പിക്ക് വോട്ട് ചെയ്യണം എന്ന് പറയുന്നവരാണ് 100-ൽ 80. അത് വലിയൊരു മാറ്റം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും. നമ്മളെ ഏറ്റവും പ്രധാനമായിട്ട് CPM പോലെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരുടെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അവരുടെ പ്രവർത്തനം വർഷങ്ങളായിട്ട് അവർ വിജയിച്ചു നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രസ്ഥാനത്തെ തൃശ്ശൂരിൽ നേരിടുന്ന സമയത്ത് ബി.ജെ.പിക്ക് അടിപതറാനുള്ള സാധ്യതയുണ്ടോ? അത് ഇന്നത്തെ കാലത്ത് ഇലക്ഷൻ നടക്കുമ്പോൾ നമുക്കൊന്ന് മുൻകൂട്ടി പ്രവചിക്കാൻ സാധിക്കില്ല. ഒരു പാർട്ടീനെ നമ്മൾ താറടിച്ച് കാണിക്കുന്നതിൽ അർത്ഥമില്ല. അതിനും അതിൻ്റെതായ ഗുണങ്ങളുള്ള പാർട്ടികളാണ്.
പക്ഷെ ചില സമയങ്ങളിൽ ജനങ്ങൾക്ക് ഉപകാരമുള്ള പദ്ധതികൾ ഏതാണെന്നും ജനങ്ങൾക്കൊപ്പം നിൽക്കാനുമാണ് എല്ലാ പാർട്ടികളും ശ്രമിക്കേണ്ടത്. അപ്പൊ അവർക്കൊപ്പം ജനം നിൽക്കും. അതാണ് എൻ്റെ അഭിപ്രായം.